നമസ്കാരം. തലവൻ എന്ന ഏറ്റവും പുതിയ മൂവി ബിജു മേനോനും ആസിഫ് അലിയും കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടുള്ള ഏറ്റവും മനോഹരമായ സിനിമ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഈ സിനിമ വളരെയധികം ത്രില്ലടിക്കുന്ന, അവസാനത്തെ ക്ലൈമാക്സ് എത്തുന്ന വരെയും സിനിമ അവസാനിക്കുന്ന 5 മിനിറ്റ് വരെയും നമ്മളെ എൻഗേജ്ഡ് ആക്കുന്ന ഒരു സിനിമയാണ് തലവനിലെ ഒരു പ്രത്യേകത. കാരണം ഇതിൻ്റെ സംവിധായകൻ ജിസ് ജോയി, അദ്ദേഹത്തിൻ്റെ മുൻപുള്ള സിനിമകൾ വളരെ അധികം ഫീൽ ഗുഡ് മൂവിയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളെല്ലാം തന്നെ. പക്ഷേ അതിൽ നിന്നും അദ്ദേഹം വ്യത്യസ്തമായിട്ട് ഇതുപോലുള്ള ഒരു അന്വേഷണാത്മകമായിട്ടുള്ള ഒരു സിനിമ എടുക്കുമ്പോൾ എത്രത്തോളം നന്നാകും എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ആ പരീക്ഷണമാണെന്ന് തോന്നുന്നു, ആദ്യത്തെ പരീക്ഷണമാണെന്ന് തോന്നുന്നു. പക്ഷേ വളരെ മനോഹരമായിട്ട് തന്നെ അദ്ദേഹം എടുത്തു വച്ചിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് ആസിഫിൻ്റെയും അതോടൊപ്പം തന്നെ ബിജു മേനോൻ്റെയും. ഞാൻ കരുതിയത് ഒരുപക്ഷെ വല്ല ഈഗോ ക്ലാഷുള്ള സിനിമയായിരിക്കും, ഇവർ തമ്മിലുള്ള ഈഗോ ക്ലാഷ് ആയിരിക്കും എന്ന് തോന്നി. പക്ഷേ അങ്ങനെയല്ല. ഒരു കൊലപാതകം, അത് 2 പോലീസുകാർ 2 വിധത്തിൽ അന്വേഷിക്കുന്നു. സത്യത്തോടടുക്കുമ്പോൾ അതിൻ്റെ പ്രയാസങ്ങൾ, ആ സത്യത്തേക്ക് അടുക്കാനുള്ള പ്രയാസമാണ് ഈ സിനിമയുടെ നമ്മളെ എൻഗേജ്ഡ് ആക്കുന്നത്. ആരാണ് കുറ്റവാളി എന്നുള്ള ആ ഒരു ചോദ്യം നമ്മളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ്. ആരാണ് അത് ചെയ്തത്? ഒരു കൊല അന്വേഷിക്കാൻ പോയപ്പോൾ വീണ്ടും കൊലകൾ നടക്കുന്നു. അങ്ങനെയുള്ള ഒരു കഥ വളരെ മനോഹരമായിട്ട് തന്നെ ഇത് എടുത്തു വച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സംഗീത സംവിധാനം എല്ലാം നിർവഹിച്ചിരിക്കുന്ന ദീപക് ദേവാണ്. അതിൻ്റെ സ്കോർ നന്നായിട്ടുണ്ട്, അതിൻ്റെ ബിജിയും നന്നായിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് തന്നെ, സാധാരണ ഒരു ഇൻട്രോ ഒന്നുമില്ല, സാധാരണ നന്നായിട്ട് തന്നെ എടുത്തു വച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ബിജിയം, ചില സമയങ്ങളിലുള്ള ആ ഒരു ബിജിയം, ആവർത്തിച്ച് വരുന്ന ഒരു ബിജിയം വളരെ മനോഹരമായിട്ട് തന്നെ ദീപക് ദേവ് ചെയ്തു വെച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നന്നായിട്ട് തന്നെ ദീപക് ദേവ് ചെയ്തിട്ടുണ്ട്. 2 പാട്ടുണ്ട്, അത് വളരെ നന്നായിട്ട് തന്നെ ബിജു മേനോനാണ് ഒന്ന് പാടിയിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വളരെ മോശമായിട്ടുള്ള ഒരു ഡിസ്കസിങ് ആക്ടിങ് ആയിട്ട് എനിക്ക് തോന്നിയത് ജാഫർ ഇടുക്കിയുടെ ഇതാണ്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കോട്ടയം നസീറൊക്കെ വളരെ നാച്ചുറലായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെ തോന്നി. അതോടൊപ്പം തന്നെ ദിലീഷ് പോത്തനിലൂടെയാണ് കഥ പറഞ്ഞ് അവസാനിക്കുന്നത്. ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുന്നത് മലയാള സിനിമ അവസാനിപ്പിക്കുന്നത് മറ്റൊരു ഭാഗം ഉണ്ട് എന്ന പ്രതീതി ഉണ്ടാക്കുന്ന വിധത്തിലാണ് എപ്പോഴും സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഈ സിനിമയ്ക്കും മറ്റൊരു 2ാം ഭാഗമുണ്ടാകുമെന്ന ഒരു പ്രതീതി ഉണ്ടാക്കിയിട്ടാണ് ഈ സിനിമ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു ത്രില്ലിംഗ് മൂവിയാണ് എന്ന് തന്നെ പറയാം. പോലീസ് അന്വേഷിക്കുന്ന, പോലീസിനകത്തെ പുഴുക്കുത്തുകളെ തിരിച്ചറിയാനുള്ള പോലീസുകാരുടെ ശ്രമം, അങ്ങനെയുള്ള മനോഹരമായ ഒരു അന്വേഷണാത്മകമായിട്ടുള്ള ഒരു സിനിമയാണ് ഇത്. തിയേറ്ററിൽ തന്നെ പോയി കാണുക. വളരെ മനോഹരമായിട്ടുള്ള, ഫാമിലിയായിട്ട് തന്നെ എല്ലാവർക്കും പോയി കാണാവുന്ന സിനിമ. താങ്ക് യു.